ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു ദീർഘയാത്രയ്ക്ക് പോവാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടോ എങ്ങോട്ടാണ് ഈ ദീർഘയാത്ര എന്ന്. അതിന് നമ്മൾ റേഷൻ കടയിൽ പോവാണ്. ആ കാണുന്നതാണ് നമ്മൾ റേഷൻ കട. നമ്മൾ പോയപ്പോൾ ഒരുപാട് പേരുണ്ട്, കാരണം ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. ഞാൻ എന്ത് റേഷൻ കടയിൽ പോയാലും ഞാൻ കൈ വെച്ച വർക്ക് ആവില്ല. ഞാനാണ് ഫോൺ എടുക്കാനും മറന്നു. OTP വെച്ചാൽ നമ്മൾ സാധനം വാങ്ങാറ്. സോ ഫോൺ എടുക്കാനും ഞാൻ മറന്നു. ആകെ ടെൻഷനായി. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റുമാണ്. ആദ്യമായിട്ടാണ് ഗൈസിൻ്റെ ഫിംഗർ വെച്ചിട്ട് നമുക്ക് സാധനം കിട്ടുന്നത്. എപ്പം ഞാൻ പോയാലും എൻ്റെ കൈ വർക്കാവില്ല. അന്ന് എന്തോ ഭാഗ്യത്തിന് വർക്കായി. ഇത് നമ്മൾ അരയൊക്കെ വാങ്ങി. ഇനി നമുക്ക് നേരെ മില്ലിൽ പോകാനുണ്ട്. ഇത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് വേണം മില്ലിൽ പോകാൻ. നമ്മൾ പോണ സമയത്ത് നല്ല മഴക്കാറുണ്ടായിരുന്നു. അന്ന് മുന്നേ പോയി വാങ്ങിക്കൊണ്ടുവന്നുള്ളതാണ്. നല്ല മഴക്കാറുണ്ടായിരുന്നു, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, നല്ല കാറ്റൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ മില്ലിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ഗൈസ്, നമ്മൾ രാവിലെ ഇവിടെ വന്നിട്ട് നമ്മൾ ഉണങ്ങിയ തേങ്ങ ഉണ്ടല്ലോ, അതവിടെ കൊടുത്തിട്ട് പോയതാണ്. നമുക്ക് ഇന്ന് തന്നെ കിട്ടണമെന്ന്. അപ്പോൾ കാക്കാരൻ നിങ്ങളൊന്ന് വീട്ടിൽ പോയിട്ട് പോരാ, അപ്പോഴത്തേക്ക് നമുക്ക് സെറ്റാക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അപ്പോഴൊന്നും ആയിട്ടില്ല ഗൈസ്. നമ്മളോട് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് മില്ല് ഗൈസ്, അതാണ് ശുദ്ധമായ വെളിച്ചെണ്ണ. ഇങ്ങനെയാണ് ഗൈസ് വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടാക്കുന്നത്. സമയം കളയാൻ വേണ്ടി ഞങ്ങൾ പിന്നെ അവിടെയുള്ള അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ പോയി. അടിച്ചു മാറ്റിയാൽ ആൾക്കാർ ഞാനല്ലട്ടോ, ഞാനൊക്കെ എത്ര പിന്നെ മോൻ ആ ഭാഗത്തേ ഉണ്ടാവില്ല. കഴിച്ചിട്ടും ഉണ്ടാവില്ല, കണ്ടിട്ടും ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും മില്ലിൽ കയറി നമ്മൾ സാധനങ്ങൾ അയക്കണമെന്ന് നോക്കാൻ. ആ കാണുന്നതാണ് പുണ്ണാക്ക്. നമ്മൾ തേങ്ങൻ്റെ ആത്മാവ് വരെ എടുത്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വെളിച്ചെണ്ണ കൈ കിട്ടുന്നത്. അത്രക്കും ഹാർഡാണത്. ഞാൻ പിടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് കാണുന്ന വെളിച്ചെണ്ണ നമുക്കുള്ളതാണ്. പിന്നെ നോക്കിയപ്പോഴാണ് ഗൈസ് നമ്മളെ തേങ്ങ ഇണങ്ങിയിട്ട് പോലുമില്ല. സീന് പിന്നെ ചായയൊക്കെ കുടിച്ച് സെറ്റായി തിരിച്ചു വന്നിങ്ങനെ. പക്ഷെ ഗൈസ് ആസ്വദിച്ച് അതിങ്ങനെ പോകണ്ട. പക്ഷെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് ഗൈസ് അവസാനം നമ്മളെ വിളിച്ചിട്ടൊന്നുമില്ല, നമ്മളാണ്ട് കയറി പോയതാണ്. കയറിയപ്പോൾ നമ്മളെ സാധനമൊക്കെ സെറ്റ് ആക്കി നമുക്ക് വെളിച്ചെണ്ണൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. അത് നമ്മളതല്ല കേട്ടോ, നമ്മളത് ഇവിടെ. നമുക്ക് ആകെ ഒരു കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു. നമുക്ക് ചെറിയ ടിന്നിൽ കുറച്ച് തേങ്ങ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. അങ്ങനെ പിന്നെ നമ്മൾ കിട്ടി. നമ്മൾ പിന്നെ വീട്ടിൽ പോവാണ് ഗൈസ്. ആ സീനുണ്ട് അപ്പോഴും റെഡി ആയിട്ടില്ലായിരുന്നു. സീന അവിടെ തന്നെ വൈഫൈ കിട്ടിയപ്പോൾ അവിടെ തന്നെയാണ് കുടുങ്ങി. അവിടെ തന്നെ നിൽക്കുന്ന തോന്നുന്നത്, മുഖം കണ്ടിട്ടാണ് തോന്നുന്നത്. ചൂടുണ്ടോ. അങ്ങനെ നമ്മൾ നമ്മളെ വീട്ടിലെത്തി. പിന്നെ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.